ഈ കഴിഞ്ഞിടെ ഞാനൊരു എണ്ണക്കൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എണ്ണക്കൂട്ടിൽ ചേർത്ത വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഫ്ലക്സീഡാണ്. ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയില്ലേ, അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഇനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു എണ്ണക്കൂട്ട് കണ്ട എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ എന്നോട് ചോദിച്ചു, ആ എണ്ണക്കൂട്ട് എങ്ങനെ ഇത്തിരി തയ്യാറാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ എണ്ണക്കൂട്ട് വെച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആ എണ്ണ ഉണ്ടാക്കി. എന്നാൽ പിന്നെ അതിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് എന്നത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് പിന്നെ ചേർത്തിട്ടുള്ളത് ഇത് കണ്ട, റോസ് മേരി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെമ്പരത്തിപ്പൂവ് ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ ഇത് കരിഞ്ജീരകവും ഫ്ലക്സീഡും കൂടി ചേർത്താണ്. ഇതെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതൊന്ന് ചെറുതായി ചൂടാക്കി പൊടിച്ചെടുത്തു രണ്ടും കൂടി. പിന്നെ നെല്ലിക്കയുടെ പൊടിയാണ് ചേർത്തത്. അപ്പം നെല്ലിക്കപ്പൊടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമല്ലോ. ചെമ്പരത്തിപ്പൂവ് ഏറ്റവും ബെസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാമോ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, വേപ്പിലയുടെ കൂടെ വേറെയും ഉണ്ട്. എന്നാന്ന് നോക്കിക്കേ, അതിൽ പ്രധാനമായിട്ടും മുരിങ്ങയിലയുണ്ട്, അതുപോലെ തുളസിയിലയുണ്ട്. അതിൻ്റെ തുളസിക്കതിർ നിങ്ങൾക്ക് കാണാം, കണ്ടോ. അതുപോലെ തന്നെ ആര്യവേപ്പ്, അതാണ് അടുത്തതായിട്ട് കൂട്ടിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്താൽ ഉള്ള ഗുണം, ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്നു കണ്ടോ, കറ്റാർവാഴ. ഞാൻ കുറേ നാളുകളായി ഈ വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ആര്യവേപ്പ്, കറിവേപ്പില, കറ്റാർവാഴ, പിന്നെ കീഴാനെല്ലി ഇല കിട്ടും. അതുപോലെ തന്നെ പുളിയിലയുടെ സാദൃശ്യമുള്ള വേറൊരു ഇനമില്ല, അതിൻ്റെ പേരെനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല. അത് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയ എണ്ണ. ആ എണ്ണ നമ്മൾ ഉപയോഗിച്ചാലുണ്ടല്ലോ, തലമുടിക്ക് നര അങ്ങനെ, എന്നെ സംബന്ധിച്ച് തലമുടിയെ നര ബാധിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കും, ഇതുവരെ ഡൈ ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറയുക, നാളിതുവരെ എനിക്ക് ഡൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ നാളുകളായിട്ട് കുറേ നാളുകളായി ഞാൻ ഇത്തരത്തിലുള്ള എണ്ണക്കൂട്ട് തനിയെ ഉണ്ടാക്കിയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ സെൽഫായിട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. നല്ലൊരു എണ്ണക്കൂട്ട് അത് കണ്ടെത്തിയെടുത്തിട്ട് അത് തന്നെ പിന്തുടർന്ന് എണ്ണ ശരിയാക്കി, അത് ശരിയാക്കുന്നത് ചീനച്ചട്ടിയിൽ ശരിയാക്കുക. എന്നിട്ട് അത് ഒരു ദിവസം മൊത്തം ആ ചട്ടിയിൽ തന്നെ വയ്ക്കുക. ആ ഇരുമ്പിൻ്റെ അംശം കൂടി എണ്ണയിൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാൽ ആ എണ്ണ പിന്നെ ഒരു ചില്ലുകുപ്പിയിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. എത്ര നാൾ വേണമെങ്കിലും ആ കുപ്പിയിൽ കേടുകൂടാതെ ആ എണ്ണ ഇരുന്നോളും. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും കയ്യിൽ കുറച്ചെടുത്തിട്ട് അത് നമ്മളുടെ വിരൽ കൊണ്ട് തൊട്ട് അത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക. ഒരു 20 മിനിറ്റിലധികം നേരം തലയിൽ തേച്ച് പിടിപ്പിച്ച് തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും അതെത്തണം. അങ്ങനെ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും അത് എത്തിച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാവുള്ളൂ. എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും മാർക്കറ്റിൽ പല പല പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ എണ്ണക്കൂട്ടൊന്നും ഞാനത് വാങ്ങാൻ നിൽക്കാറില്ല. സ്വയം തയ്യാറാക്കി എടുക്കുന്ന എണ്ണക്കൂട്ടാണ് ഉപയോഗിച്ച് പോരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം ചേർത്തുകൊണ്ട് നിങ്ങളൊന്ന് എണ്ണ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെയും ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലുണ്ടാവില്ല, താരൻ മാറിക്കിട്ടും, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, തലമുടിയിലെ നര ബാധിക്കാതെ കാക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൺകുട്ടികൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക, കൈക്കുള്ളിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് കൈവിരലുകൾ കൊണ്ട് തൊട്ട് ആ എണ്ണ തൊട്ട് നെറുകയിൽ എല്ലായിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കുറച്ച് നേരം നിങ്ങൾ ആ എണ്ണ തലയിൽ നിർത്തണം. എന്നിട്ട് മാത്രമേ അത് കഴുകിക്കളയാവുള്ളൂ. ഇടയ്ക്ക് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടിലുള്ള എണ്ണ നിങ്ങൾക്ക് എന്നെന്നും നിങ്ങൾക്കതൊരു കൂട്ടായിട്ട് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഈ വിഭവങ്ങളെല്ലാം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അതെല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ട് എണ്ണ കാച്ചുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. പല പല നുറുങ്ങറിവുകളും
വ്യത്യസ്തമായ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നാളിതുവരെ നൽകിപ്പോകുന്ന എല്ലാ പിന്തുണയ്ക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു.